ചില വ്യക്തികൾ കരം നഷ്ടപ്പെട്ടവർ, ഈ കൈപ്പത്തി നഷ്ടപ്പെട്ടൊക്കെ ആൾക്കാരെ നമുക്ക് കാണുവാൻ കഴിയും. അവരോട് ചിലവർ പറയും, ഞങ്ങൾ കരമടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞങ്ങൾ കൈയില്ല. ചിലർക്ക് സംസാരശേഷിയില്ല, അവർക്ക് ആഗ്രഹമുണ്ട് സംസാരിക്കണമെന്ന്. അവർക്ക് ദൈവത്തെ സ്തുതിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പാടാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അവർക്ക് സംസാരശേഷിയില്ല. ചില ആൾക്കാർക്ക് ഇതുപോലെയുള്ള പ്രോഗ്രാമൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് കാഴ്ചയില്ല. പക്ഷെ ദൈവം നമുക്ക് കാണാൻ നമുക്ക് കണ്ണ് തന്നിട്ടുണ്ട്, നല്ല കാഴ്ചയുള്ള കണ്ണുണ്ട്. കേൾക്കാൻ അല്ലേ, നമ്മുടെ കാതിൽ നന്നായിട്ട് കേൾക്കാൻ കഴിയുന്നുണ്ട്. നല്ല സ്ഫുടമായിട്ട് സംസാരശേഷി നമുക്കുണ്ട്. നന്നായിട്ട് കരമടിക്കാൻ നമുക്ക് ദൈവം ആരോഗ്യം തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ ആരോഗ്യം നമുക്ക് എന്നും ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. എന്നും ഈ സംസാരശേഷി ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. എന്നും ഈ കാഴ്ച ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. എന്നും നമുക്കിതുപോലെ നടക്കാൻ കഴിയുമെന്ന് പറയാൻ പറ്റില്ല. എന്നും നമുക്കിതുപോലെ കരം ചലിക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്നും ഈ ജീവനോട് ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ബലമുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ എത്രത്തോളം ദൈവത്തെ പ്രസാദിപ്പിക്കാമോ, എത്രത്തോളം ദൈവത്തെ മഹത്വപ്പെടുത്താമോ, അത് നമ്മൾ ചെയ്യാൻ തയ്യാറാകണം. ദൈവം നമുക്ക് ഒത്തിരി ഉപകാരം ചെയ്തിട്ടുണ്ടല്ലേ. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, ദൈവം എനിക്ക് ഒരു ഉപകാരം ചെയ്തിട്ടില്ലെന്ന്. ദൈവം ചെയ്ത ഉപകാരമാണ് നമ്മൾ ജീവനോടിരിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ടാറ്റ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ എത്രയോ പ്രിയപ്പെട്ടവർ മോർച്ചറിക്കുള്ളിൽ ഒതുങ്ങിയപ്പോൾ, എത്രയോ പ്രിയപ്പെട്ടവർ ശവപ്പെട്ടിക്കകത്ത് ഒതുങ്ങിയപ്പോൾ, അവരെക്കാൾ നല്ലവരായതുകൊണ്ടല്ല, അവരെക്കാൾ ശ്രേഷ്ഠരായതുകൊണ്ടല്ല, നമ്മെ സ്നേഹിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുള്ളത് കൊണ്ട് ഈ ബലത്തോടെ, ഈ ആരോഗ്യത്തോടെ ഈ സന്ധ്യയെങ്കിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കഴിയുന്നത് ദൈവം ചെയ്ത ഉപകാരമാണ്. അതുകൊണ്ട് ദൈവത്തിന് വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ല, വേറെ ഒന്നും ദൈവം ആവശ്യപ്പെടുന്നില്ല. നേർച്ചയോ വഴിപാടോ പണമോ ഇതൊന്നും ദൈവം ആവശ്യപ്പെടുന്നില്ല. ഒന്ന് മാത്രം, ഹൃദയത്തിൻ്റെ അകത്തിൽ നിന്നും സ്തോത്രം എന്ന യാഗമർപ്പിച്ച് ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രത്തോളം നാം ദൈവത്തെ പ്രസാദിപ്പിക്കുമോ അത്രത്തോളം ദൈവം നമ്മെ അനുഗ്രഹിക്കും. അത്രത്തോളം നമ്മുടെ കുടുംബം സമാധാനമുള്ള കുടുംബമായി മാറും. ഇപ്പോൾ ക്രിസ്മസ് സമയമൊക്കെ ആണല്ലോ. ഓരോ വീടുകളിലൊക്കെ പറയുന്നൊരു വചനമുണ്ട്. എന്താണ്? ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അപ്പോൾ ആർക്കാണ് സമാധാനം കിട്ടുന്നത്? ദൈവത്തിൻ്റെ പ്രസാദം ആരിലാണോ ഉള്ളത്, ഏത് കുടുംബത്തിലാണോ ഉള്ളത്, അവിടെ സമാധാനമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രസാദം നമ്മളിലേക്ക് വ്യാപരിക്കണമെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യാൻ തയ്യാറാകണം. അപ്രകാരം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു ഗാനം നമുക്ക് ശ്രവിക്കാം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇവിടുത്തെ വാർഡ് മെമ്പർ മുതൽ ഇന്ത്യൻ പ്രസിഡന്റ് വരെ നമുക്ക് അനുകൂലവും ദൈവം നമുക്ക് പ്രതികൂലവുമായിരുന്നാൽ നമ്മളൊന്നുമല്ല. പക്ഷെ ഇവിടെയുള്ള എല്ലാവരും നമുക്കെതിരാണ്. പക്ഷെ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ ഇങ്ങനെ കാണുന്നു, നിന്റെ